ഇതാണ് കൊല്ലം ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ബോസ്ട്രിംഗ് ആർച്ച് പാലം. ഈ പാലം കടന്നാൽ നമുക്ക് വല്യഴീക്കൽ ബീച്ചിലെത്തിച്ചേരാൻ പറ്റും. അതുപോലെ സുനാമി അടിച്ച സ്ഥലമായ ആലപ്പാട് സന്ദർശിക്കാനായിട്ട് കഴിയും. പിന്നെ അമൃതാനന്ദ മഠം സന്ദർശിക്കാൻ കഴിയും. അതുപോലെ കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം, ഇവിടെയൊക്കെ പോകാനായിട്ട് ഈ പാലം കടന്നു പോയാൽ മതി. ഇവിടെ ഒരു മത്സ്യബന്ധന ഹാർബറുണ്ട്. ആ ഹാർബറിലേക്ക് മത്സ്യബന്ധന ബോട്ടുകൾ കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഒരു പുലിമുട്ടുണ്ട്. ആ പുലിമുട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ബോട്ടുകളെല്ലാം തന്നെ ആ ഹാർബറിലേക്ക് എത്തിച്ചേരുന്നത്. ഈ പുലിമുട്ടില്ലെന്നുണ്ടെങ്കിൽ വലിയ തിരയായിരിക്കും. അപ്പം ഈ ബോട്ടുകൾക്ക് കരയിലേക്ക് അടുക്കാനായിട്ട് കഴിയില്ല. ഈ പുലിമുട്ടിപ്പോൾ വളരെ വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഈ പുലിമുട്ടിൽ സ്പീഡ് ബോട്ട് റൈഡൊക്കെ ഉണ്ട്. ഇത് നല്ല കാഴ്ചയാണ്. ഇത് വല്യഴീക്കൽ ബീച്ചാണ്. വളരെ മനോഹരമായ ബീച്ചുകളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പല ബീച്ചുകളിലൊക്കെ പോയിട്ടുണ്ട്. അതിൽ ആ ബീച്ചുകളുടെ മാൽപ്പേ ബീച്ച്, അതിനോടൊക്കെ കിടപിടിക്കുന്ന ഒരു ബീച്ച് തന്നെയാണ് വല്യഴീക്കൽ ബീച്ച്. നല്ല സൂര്യാസ്തമയം കാണുന്നതിന് ഇവിടെ വന്നാൽ മതി. പുലിമുട്ടിലിരുന്ന് സൂര്യാസ്തമയം കണ്ടിട്ട് പോകാം. ഇതിവിടുത്തെ ലൈറ്റ് ഹൗസാണ് ഈ കാണുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് വല്യഴീക്കൽ ബീച്ച്. ഇത് പുലിമുട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ്. ബോസ്ട്രിംഗ് ആർച്ച് പാലത്തിൻ്റെ ഞാൻ ആദ്യം കാണിച്ചത് അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്താണ്. ഈ കാണുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചഭുജ ആകൃതിയിലുള്ള ലൈറ്റ് ഹൗസാണ്. ഇവിടെ ഇപ്പം പുലിമുട്ടിലൂടെ ഞാൻ പുലിമുട്ടി നിൽക്കുകയാണ്. പുലിമുട്ടിലൂടെ നടന്ന് അങ്ങേയറ്റം വരെ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് സൂര്യാസ്തമയം കാണാം. അതുപോലെ ഈ ബോട്ടുകളൊക്കെ ഇങ്ങനെ ഹാർബറിലേക്ക് വരുന്ന കാഴ്ച അതിമനോഹരമാണ്. ആ കാഴ്ചകളെ കണ്ട് സൂര്യാസ്തമയം കണ്ട് വൈകുന്നേരം ചിലവഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാൻ കഴിയും. അതാ ബീച്ചിൻ്റെ കാഴ്ചകളാണ്. വല്യഴീക്കൽ ബീച്ച്. വലിയ തിരയൊന്നുമില്ല. ആളുകൾക്ക് അതുകൊണ്ട് കാലൊക്കെ നനയ്ക്കാനായിട്ട് കഴിയും. തിരയുള്ള സമയം ഉണ്ടാവും.